നമ്മളിപ്പോൾ ഉള്ളത് ഷാഫി സ്പേസിൻ്റെ ഓഫീസിലാണ്. അപ്പോൾ നവംബർ 1 ഇവിടെ ഒരു വെൽത്ത് മാസ്റ്ററി കോഴ്സ് എന്ന പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് ട്രെയിനറായിട്ടുള്ള ഷാഫി സാറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഷാഫി സാർ, യെസ് പറയൂ. ഹൗ ആർ യു? ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അടുത്ത് വരുന്ന വെൽത്ത് മാസ്റ്ററി കോഴ്സിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഓക്കെ, എന്താണ് വെൽത്ത് മാസ്റ്ററി കോഴ്സ് എന്നുള്ളത് കുറിച്ച്? ഓക്കെ, വെൽത്ത് മാസ്റ്ററി കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ട്, കോളേജിൽ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഇതിലെല്ലാം പോയിരിക്കുന്നത് എന്തിനാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം സുഖസുന്ദരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ്, വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഐ മീൻ റൈറ്റ്? സോ ആ ഒരു ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കിട്ടേണ്ട ഒരു വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് പ്രത്യേകിച്ച് സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം നൽകുന്ന ഒരു പ്രോഗ്രാമാണ് വെൽത്ത് മാസ്റ്ററി പ്രോഗ്രാം. അതായത് നമുക്ക് എങ്ങനെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാം, അതെങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം, പണത്തെ എങ്ങനെ മാനേജ് ചെയ്യണം, നമുക്ക് കൂടുതൽ സാമ്പത്തിക സുരക്ഷിതത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്ന ഈ പ്രോഗ്രാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് നടക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സമ്പന്നരായിട്ടുള്ള ആൾക്കാരും അതേപോലെ തന്നെ പാവപ്പെട്ടവരും അതിനിടയിലുള്ള മിഡിൽ ക്ലാസ് ആൾക്കാരും എങ്ങനെയാണ് പണത്തെ മാനേജ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് സമ്പന്നർ മാനേജ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് എങ്ങനെ മാറാം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം. സോ ഇസ് ദർ എനി അതർ ക്വസ്റ്റ്യൻസ് യു വാണ്ട് ടു ആസ്ക്? യെസ്, ഈ കോഴ്സ് ആക്ച്വലി ഇത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമുള്ളതാണോ അതോ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സാണോ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സാമ്പത്തികമായിട്ട് ഉയരാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഇതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാരുണ്ടാവും വളരെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ. ഇപ്പം നിങ്ങൾ ഒരു സാമ്പത്തികമായിട്ട് ഉയരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ എത്ര കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്കത് വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രീഡം നേടാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പ്രോഗ്രാമിൽ എത്തണം. ഇനി അതെല്ലാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യാണ്, ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇന്ന് അവിടുന്ന് കടം മേടിച്ചിട്ടുള്ള പൈസ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്, തിരിച്ചടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ ഒരു പ്രോഗ്രാം തീർച്ചയായിട്ടും നിങ്ങളെ ഉറപ്പാണ് ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്തരത്തിലുള്ള വ്യക്തികൾക്ക് തികച്ചും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഓക്കെ സാർ, ഈ കോഴ്സിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ എന്തെല്ലാമാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിതിൽ എന്താണ് ഒരു സമ്പന്നരായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അവരുടെ ചിന്താരീതി എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ വെൽത്ത് ക്രിയേഷൻ മൈൻഡ് സെറ്റ് എന്ന് പറയും. അത് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ്, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് നമ്മൾ ഇതിലെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് വരുന്ന പണത്തെ മാനേജ് ചെയ്യുക, അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ഒരു സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട്, പല ആൾക്കാർക്കും പണം വരുമെങ്കിലും അതിനെ നിലനിർത്താൻ അറിയില്ല. അപ്പോൾ അത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലോജിക്കൽ സ്പെൻഡർ അതേപോലെ ഇമോഷണൽ സ്പെൻഡർ എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള സ്പെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ ലോജിക്കൽ സ്പെൻഡറായിട്ട് നമ്മൾ മാറണം, എങ്കിൽ മാത്രമേ നമുക്ക് നിയമത്തിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റൂ. അത് എങ്ങനെ ആയിത്തീരാൻ പറ്റും? അതേപോലെ മണി മാനേജ്മെന്റ് ഹാബിറ്റ്സുകളുണ്ട്, ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും മിഡിൽ ക്ലാസ് ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരും നമ്മളുള്ള മണി ഹാബിറ്റ്സുകളുണ്ട്, അവരെങ്ങനെയാണ് പണത്തെ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആ പണത്തെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടീമുണ്ട്, അതേപോലെ ഉപയോഗിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ഉപയോഗിക്കുന്നവരായിട്ട് മാറണം. എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, അതിന് വേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അധികം ആൾക്കാർക്കും സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഒരു ബ്ലോക്കുകളാണ്, ചില സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ബ്ലോക്കുകളാണ്. അപ്പം നമുക്ക് 72ഓളം മണി ബ്ലോക്കുകളുണ്ട്. ഈ മണി ബ്ലോക്കുകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഇതിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് എളുപ്പമാകും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, അധികം ആൾക്കാർക്കും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്റേണലി ഉള്ള നമ്മുടെ വാല്യൂസ്, നമ്മുടെ കോർ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് നമ്മൾ കറക്റ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, ആ ഉണ്ടാക്കിയ പണം മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ചെലവഴിച്ചു പോകുന്ന രീതിയിൽ, ദൂർത്തടിച്ചു പോകുന്ന രീതിയിലേക്ക് സംഭവിക്കും. ഇങ്ങനെയുള്ള സംഭവിക്കുന്ന ആൾക്കാരാണ് പറയുന്നത് എൻ്റെ കൈ ഓട്ടക്കയ്യാന്ന് പറയുന്നത്. ആക്ച്വലി അവർക്ക് സംഭവിക്കുന്നത് ചിലവരുടെ മനസ്സിനാണ് ദ്വാരം വീണിരിക്കുന്നത്. അപ്പൊ ആ ഒരു മനസ്സിന്റെ ആ ഒരു ബ്ലോക്ക് ഇവർ മാറ്റി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദേ ക്യാൻ ബിക്കം റിച്ച്, ദേ ക്യാൻ ബിക്കം ഫിനാൻഷ്യലി ഫ്രീ. അപ്പോൾ അത് വളരെ നല്ല ഇത്തരത്തിലുള്ള ഒരുപാട് ടിപ്സുകളും ട്രിക്സുകളും പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒരു കാര്യം വെച്ചാൽ, നമ്മൾ എവിടെയാണ് പണം നമുക്ക് കൂടുതൽ വർദ്ധിപ്പിക്കാൻ പറ്റുക, നമുക്ക് പണം വർദ്ധിപ്പിക്കാനും വരുത്താനും ആവശ്യമായിട്ടുള്ള ചില മേഖലകളുണ്ട്. അത്തരത്തിലുള്ള മേഖലകളിലാണ് ഇനി നമ്മൾ പ്രവർത്തിക്കേണ്ടത്.
അപ്പോൾ അത്തരത്തിലുള്ള ഈ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ഏതെല്ലാം മേഖലകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതെല്ലാം മേഖലകളിൽ നമ്മൾ ജോലി തേടണം, ഏതെല്ലാം മേഖലകളിലായിരിക്കണം നമ്മൾ ബിസിനസ്സുകൾ പ്രവർത്തിപ്പിക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മേഖലകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന മേഖലകളെ തിരിച്ചറിയലും ഈ കോഴ്സിലൂടെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാമാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുക. സോ ഇസ് ദർ എനി അതർ ക്വസ്റ്റ്യൻസ്? No, thank you so much, sir. That's it. ഓക്കെ, സോ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങളെ ഞാൻ എന്ത് ചെയ്യണം ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ടീം മെമ്പേഴ്സിനോട് പറയാം, നിങ്ങളൊരു കാര്യം ചെയ്യാം, ഇത് ഈ വീഡിയോയിൽ നമ്പർ കൊടുക്കണം. നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വിളിക്കുക, വിളിച്ചിട്ട് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സീ യു അറ്റ് ദ പ്രോഗ്രാം. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സോ മച്ച്.